Good afternoon, students. ഇന്ന് മുതൽ നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹ്യ സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. സാമൂഹ്യ ഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യവൽക്കരണം സാധ്യമാകുന്നത് ഈ സ്ഥാപനങ്ങളിലൂടെയാണ്. സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സമൂഹത്തിലെ അംഗമാക്കുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഈ സാമൂഹ്യവൽക്കരണം സാധ്യമാകുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളിലൂടെയാണ്. ചട്ടങ്ങളും ആചാരങ്ങളും അനുസരിച്ചാണ് ഓരോ സാമൂഹ്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. വ്യക്തികളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധികളായാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ വരുന്നത്. ഇത് വ്യക്തിയുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അവർക്ക് വേണ്ട അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ. ഇതിന് നിർവഹണവാദികൾ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സമൂഹത്തിലെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഉയർന്നു വരുന്ന സാമൂഹ്യ വഴക്കങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ധർമ്മബന്ധം എന്നിവയുടെ സങ്കീർണമായ കൂട്ടത്തെയാണ് നിർവഹണവാദികൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഉയർന്നു വരുന്ന സാമൂഹ്യ വഴക്കങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ധർമ്മബന്ധം എന്നിവയുടെ സങ്കീർണമായ കൂട്ടത്തെയാണ് നിർവഹണവാദികൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹികമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ഈ സാമൂഹ്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. A social institution is a complex, integrated set of social norms, beliefs, values and relationship. It satisfies human needs. ഇനി ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ ഔപചാരികവും അനൗപചാരികവുമായി രണ്ടായി തിരിക്കുന്നുണ്ട്. സാമൂഹ്യ സ്ഥാപനങ്ങളെ ഔപചാരികമെന്നും അനൗപചാരികമെന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, അങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഇതില് ഫോർമലിൽ വരുന്നത് നിയമവും വിദ്യാഭ്യാസമൊക്കെയാണ്. അതാണ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വരുന്നത്, ഔപചാരിക സാമൂഹ്യ സ്ഥാപനങ്ങളായി വരുന്നത്. ഇനി അനൗപചാരിക സ്ഥാപനങ്ങളായിട്ട് വരുന്നത് കുടുംബം, മതം എന്നിവയാണ്. കുടുംബം, മതം എന്നിവയാണ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വരുന്നത്. ഫാമിലി, മാരേജ്, കിൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വരുന്നത്. ഇനി സംഘടനവാദികൾ കോൺഫ്ലിക്റ്റ് വ്യൂ അനുസരിച്ച് എന്താണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് നോക്കാം. സമൂഹത്തിലെ എല്ലാ വ്യക്തികളും തുല്യരല്ലെന്ന് ഈ സംഘടനവാദികൾ പറയുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാവരും ഒരേപോലെയല്ല, എല്ലാവരും തുല്യരല്ല എന്നുള്ളതാണ് സംഘടനവാദികൾ അഭിപ്രായപ്പെടുന്നത്. കുടുംബപരമോ മതപരമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ നിയമപരമോ വിദ്യാഭ്യാസപരമോ ആയ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളും സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവർ വർഗമോ ജാതിയോ ഗോത്രമോ ലിംഗമോ ആകാം. പ്രബല വിഭാഗങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ മേല് ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടായിരിക്കും, ആനുകൂല്യങ്ങൾ കൂടുതൽ അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഭരണവർഗത്തിന്റെ ആശയങ്ങൾ സമൂഹത്തിന്റെ ആശയങ്ങളാണെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് പൊതു ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ള ആശയത്തിൽ നിന്നും ഇത് വ്യത്യസ്തമായിരിക്കും. പിന്നെ ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട അവസരങ്ങളും നൽകുന്നുണ്ട്. ഇറ്റ് കൺട്രോൾ ഓൺ individuals and it gives individual opportunities. ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ അത്തരത്തിലുള്ളതൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇതിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായി തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഫോർമലിൽ വരുന്നത് ലോ, എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇൻഫോർമലില് അനൗപചാരിക സാമൂഹ്യ സ്ഥാപനങ്ങളിൽ വരുന്നത് ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, കുടുംബം, വിവാഹം, ബന്ധുത്വം എന്നിവയാണ് ഇൻഫോർമൽ അനൗപചാരിക സാമൂഹ്യ സ്ഥാപനങ്ങളിൽ വരുന്നത്. ഈ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ കുടുംബം, വിവാഹം, ബന്ധുത്വം എന്നിവയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിൽ കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം ബന്ധുത്വത്തെക്കുറിച്ച് പറയാം. ബന്ധുത്വം എന്ന് പറയുന്നത് വിവാഹബന്ധം വഴിയോ രക്തബന്ധം വഴിയോ ദത്തെടുക്കൽ വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണക്ഷൻ ബൈ ബ്ലഡ്, മാരേജ് ഓർ അഡോപ്ഷൻ. രക്തബന്ധം വഴിയോ വിവാഹം വഴിയോ ദത്തെടുക്കൽ വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ്
ബന്ധുത്വം എന്ന് പറയുന്നത്. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലും അതേപോലെ തന്നെ റൂറൽ കമ്മ്യൂണിറ്റീസിലൊക്കെ ഈ ബന്ധുത്വം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും, വളരെ ശക്തമായവയായിരിക്കും ഈ ബന്ധുത്വം എന്ന് പറയുന്നത്. രക്തബന്ധം വഴിയോ അല്ലെങ്കിൽ വിവാഹം വഴിയോ ആണ് ബന്ധുത്വം രൂപപ്പെടുന്നത്. ഇവ രണ്ടുമാണ് ബന്ധുത്വത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അതിനാൽ തന്നെ ബന്ധുത്വത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. അഫിനൽ കിൻഷിപ്പ്, വൈവാഹിക ബന്ധുത്വം എന്നും കോൺസാങ്ഗ്യൂനസ് കിൻഷിപ്പ് എന്നും സഹോദര ബന്ധുത്വം എന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. ഇതിൽ അഫിനൽ കിൻഷിപ്പ് അഥവാ വൈവാഹിക ബന്ധുത്വം എന്ന് പറഞ്ഞാൽ അത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന